ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിക്കാം. യേശു പറഞ്ഞു, ദാസൻ യജമാനനേക്കാൾ മെച്ചമല്ല, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ഇത് മത്തായി സുവിശേഷം 10-ാം അധ്യായം 24-ാം തിരുവചനം. വചനം പറയും, നമുക്ക് ശ്രദ്ധിച്ചാലോ. യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാർഗം കുരിശിൻ്റെ മാർഗമാണ്. നിങ്ങളെ ലോകം നിന്ദിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും വെറുക്കുമ്പോഴുമെല്ലാം നന്മയുടെ പക്ഷം ചേരുന്നതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കാണ് കൽപ്പനകളെ പാലിക്കുക എന്നത്. കൽപ്പനകളെ പാലിക്കുന്നവരെ യേശു തൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുന്നതും മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ എന്നിവ ശാന്തമായി നേരിടാൻ സാധിക്കുന്നതും കുരിശു വഹിക്കൽ തന്നെയാണ്, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങ് സ്വയം താഴ്ത്തി പിതാവിൻ്റെ ഹിതത്തിനായി എപ്പോഴും സമർപ്പിച്ചതുപോലെ എൻ്റെ അഹങ്കാരത്തെ കീഴടക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഓക്കെ, താങ്ക് യു.